ഹായ് ഓൾ, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയൊരു കേക്കാണ് കേട്ടോ. എനിക്കൊരു വെഡ്ഡിങ് കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ താഴെയുള്ള കേക്ക് ഒന്ന് മാറിപ്പോയിട്ടുണ്ടേ. ഫ്രിഡ്ജിൽ നമുക്ക് 3 കേക്ക് ഉണ്ട്, എല്ലാം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ താഴെയുള്ള കേക്ക് മാറിയത് ഈ വെച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇത്ര ഹൈറ്റ് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കേക്ക് മാറിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു ഈവനിങ്ങിൽ കൊടുക്കാനുള്ള വെഡ്ഡിങ് റിസപ്ഷന് കൊടുക്കാനുള്ള വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് തന്ന ഓർഡറാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 മണിക്കാണ് നമുക്ക് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 4:40 കേക്ക് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് അധികം ലോങ് ഇല്ല കേട്ടോ, ഒരു 10 മിനിറ്റ് ട്രാവലിങ്ങിനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പണി കിട്ടിയത് കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റണത്. എല്ലാ കേക്കും വൈറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് മാറിപ്പോയത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ ഞാൻ ചെയ്തതാണല്ലോ, ഞാൻ തന്നെ റെഡിയാക്കണം. അപ്പോൾ പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി എങ്ങാനും വല്ല ഫോൾട്ടും പറ്റിപ്പോയാലോ എന്നുള്ള ടെൻഷനായിരുന്നു. കേക്ക് പെട്ടെന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പൊട്ടിപ്പോവുക എന്നുള്ളൊരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് അധികം ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് 5 മണി എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഈ ഒരു ടൈമിലാണ് നമുക്ക് മെസ്സേജ് വന്നത്, 5:10 ആയാലും കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ബ്രൈഡും ഗ്രൂമും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, അതായിരിക്കും അവർ നമുക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ നല്ലോണം എന്താ പറയുക, നല്ല പ്രാർത്ഥിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കുകയായിരുന്നു, ലേറ്റ് ആയാലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് കറക്റ്റ് അവരുടെ മെസ്സേജ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വെഡ്ഡിങ്ങിൻ്റെ അവർ ഒന്നും ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവില്ല, അതായിരിക്കും അവരങ്ങനെ അയച്ചത്. എന്തായാലും ആ ഒരു കേക്ക് ഞാൻ അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളെ ഒറിജിനൽ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിലേക്കാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 2 kg ആണ്. 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് മോഡൽ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചെയ്ത കേക്കിൻ്റെ മേലെ നമ്മൾ വീണ്ടും സ്ക്രൈബർ യൂസ് ചെയ്യുമ്പോൾ അത് വലിയ ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. ഇത് എന്താണെന്നറിയില്ല, എന്ത് ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല, വലിയ പരിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ തന്ന മോഡലിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നു കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അത്ര ഭംഗിയില്ലൊരു ഫ്ലവർ അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും കൂടിയും കളറാക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡ് കളറിലുള്ള റോസസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടോപ്പറും പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു പിക്കിലുള്ളതാണ് കേട്ടോ. പിന്നെ അവർ ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോർമലി എനിക്ക് ഈ ഒരു ഷുഗർ ബോൾസ് ഇടണമെന്ന് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അവർ പറഞ്ഞ് നമുക്ക് തന്ന പിക്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു കേക്ക് കൊടുത്തു വിട്ടു കേട്ടോ. ഇത് നമ്മൾ അബിയുടെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ്. അപ്പോൾ പല പല വീഡിയോസാണ് കേട്ടോ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മളെ ഗാലറി നോക്കിയപ്പോഴാണ് ഈ വീഡിയോസ് കണ്ടത്. അപ്പോൾ ഇത് അവൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ വീട്ടിൽ നമ്മളെപ്പോഴും എന്നും ഡെയിലി കേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനക്ക് ഈ തീം കേക്കിനോടൊന്നും വലിയ ക്യൂരിയോസിറ്റിയോ ഇൻട്രസ്റ്റോ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിത് ഡെയിലി അവർ കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് തന്നെ മക്കൾ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പുതിയ പുതിയ മോഡൽ ചെയ്യുക അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ വലിയ കുട്ടിയായതുകൊണ്ട് അവനക്കും തന്നെ വലിയ സംഭവമായിട്ടുള്ള ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ അവന് ഇന്ന തീമിൽ വേണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനോടൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അവന്. അപ്പോൾ ഇപ്രാവശ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ കേക്ക് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കെന്ന് ചോക്ലേറ്റ് ഒലിക്കണ കേക്ക് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മച്ചി ഉണ്ടാക്കാത്തൊരു കേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാ അവൻ അന്ന് പോയത്. അപ്പോൾ പിന്നെ ഉണ്ടാക്കാത്തൊരു കേക്ക് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ അതുവരെയും ചെയ്യാത്തൊരു കേക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഒലിക്കണ കേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്നൊരു പുൾമിയപ്പ് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ കേക്ക് മതി കേട്ടോ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് മാത്രമാണല്ലോ. ഞാൻ 5 ഇഞ്ചിലാണ് കേട്ടോ 1/2 kg കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ലേയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൽ നമ്മൾ മിക്സ് ചെയ്ത ക്രീം ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റ് നമ്മൾ എമൗണ്ട് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ റേഷ്യോ നോക്കിയിട്ടോ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമല്ല ചോക്ലേറ്റും ക്രീമൊന്നും ആഡ് ചെയ്തിട്ടുള്ളത്.
ഞാൻ എൻ്റെ ഒരു അളവിൽ അങ്ങോട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമും ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുക. നമ്മളെ വീട്ടിലേക്കുള്ള കേക്കാണല്ലോ. ഈ ഒരു കേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കേക്കാണെങ്കിലും പക്ഷേ കഴിക്കുന്ന ടൈമിൽ ഒരുപാട് പേര് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേക്ക് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും നമ്മളെ വീട്ടിൽ കഴിക്കാറില്ല. പക്ഷേങ്കിൽ അന്ന് ഇവിടെ ഒരു വീട്ടിലൊരു പരിപാടി, വേറെ നമുക്ക് പുറത്ത് പോകാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവരും കൂടി വന്നപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും കൂടിയാണ് കേട്ടോ അത് കട്ട് ചെയ്തത്. സംഭവം കുഞ്ഞി കേക്കാണെങ്കിൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഞാൻ കേക്കിലേക്ക് ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് മിൽക്ക് മെയ്ഡും പിന്നെ നമ്മൾ ബദാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു പുൾമി കപ്പ് കേക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് എന്താ പറയുക, ഇതുവരെയും ചെയ്തിട്ടില്ല, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോക്ലേറ്റ് ഒലിച്ച് ഇറങ്ങൂലേ എന്നുള്ളൊരു ടെൻഷൻ അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു OHP ഷീറ്റ് എടുത്തിട്ട് 2 സൈഡിലും കൂടി ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ, മൈക്രോവേവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുത്താൽ മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിവിടെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന് ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇനി വന്ന ഓർഡറാണ് കേട്ടോ ഇതൊരു കൊക്കോമെലോൻ തീമിലാണ് ചെയ്യാനുള്ളത്. 2 kg ആണ് കേട്ടോ കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമുക്ക് ഫ്ലേവർ ഉണ്ടായിരുന്നത്. ഞാൻ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളടുത്ത് കസ്റ്റമർ മോഡൽ പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ കളറിലുള്ള കേക്ക് ചെയ്തു തരുമെന്നുണ്ടോ. അവർക്കങ്ങനെ തീമോ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും തീമുണ്ടോ, എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെച്ചപ്പോൾ മോൻ്റെ ഡ്രസ്സ് യെല്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഏതെങ്കിലും തീമിലുള്ള ഫോട്ടോസ് അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചപ്പോൾ അവർ ഇങ്ങനെ കൊക്കോമെലോൻ്റെ ഒരു കേക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ താഴത്തെ കേക്ക് ഒരു യെല്ലോ ആക്കി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ താഴെ യെല്ലോ ചെയ്തു. ഇനി മുകളിലേക്ക് നമുക്ക് മാച്ചായിട്ട് ഞാൻ കളർ മിക്സ് ചെയ്തിട്ട് യെല്ലോയും ബ്ലൂ ഗ്രീൻ ഈ 3 കളറാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചാക്കി കൊടുത്തിട്ടുള്ളൂ. ബ്ലൂവും ഗ്രീനുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ 3 കളർ കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. മിക്സിങ്ങിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു യെല്ലോ കേക്കിന് മാച്ചായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്കിലേക്കുള്ളതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്, ലേസർ പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ അയച്ചെടുത്ത കേക്കിൽ നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ വർക്ക് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ലേസർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. മോൻ്റെ നെയിം മാത്രമേ ഞാൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഓരോരോ സ്പേസിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. റെയിൻബോ പ്രിൻ്റ് അല്ല കേട്ടോ, അത് നമ്മൾ റെഡിമെയ്ഡ് നമുക്ക് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കസ്റ്റമർ നമ്മളെ വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞ ടൈമിനേക്കായി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, അവർ നമ്മളെ വീട്ടിലെത്തിയതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുക ചെയ്തിട്ടോ. അത്രയും ടൈം അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞിട്ട് ടൈമിലല്ലല്ലോ, നേരത്തെ വന്നതുകൊണ്ടാണ് കേട്ടോ.